കല്ലുംതാഴം മേൽപ്പാല നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. മേൽപ്പാലവും റെയിൽവേ ഓവർബ്രിഡ്ജും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നും മന്ത്രി അറിയിച്ചു. ദേശീയപാത 66 ആറുവരി പാതയാക്കുന്നതിന്റെ ഭാഗമായാണ് കല്ലുംതാഴം മുതൽ അയത്തിൽ വരെയുള്ള ഭാഗത്ത് ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. 1.5 മാസമായി ഇതുവഴിയുള്ള ഗതാഗതം സമീപത്തെ മറ്റു റോഡുകളിലൂടെയാണ് നടക്കുന്നത്. യാത്രാക്ലേശം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രി സ്ഥലം സന്ദർശിച്ചത്. കാലാവസ്ഥ അനുകൂലമായാൽ ഈ മാസം അവസാനത്തോടെ നിർമ്മാണം തീർക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രവൃത്തികൾ പരമാവധി വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മേൽപ്പാലത്തിന് സമീപത്തായി NH 744-നെയും 66-നെയും ബന്ധിപ്പിച്ച റെയിൽവേ മേൽപ്പാലം പണിയും. ഇതിന്റെ പ്രപ്പോസൽ ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയിലാണ്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കമ്പനി ആവർത്തിച്ച് പറയുന്നു, ഇതേ കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ ഈ റോഡ് എൻ്റെ ഒരു സൈഡ്, എൻ്റെ ഒരു ഭാഗം 3 ലൈൻ എന്നുള്ള നിലയിലേക്ക് ഗതാഗതത്തിന് 22 അവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, നമ്മൾ കുറച്ചുകൂടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ തന്നെ അല്പം കൂടെ സമയം എടുത്തേക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അവർ തറപ്പിച്ച് പറയുന്നുണ്ട്, ഒരാഴ്ചയ്ക്ക് ഈ കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയാം. കാരണം ഈ ഒരാഴ്ചയ്ക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ പോലും ഒരു സൈഡ് പോലും ഇപ്പോഴും സൈഡ് ബോർഡ് അടക്കം പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പല സ്ഥലങ്ങളുമുണ്ട്. അല്ല, ഞാൻ ആദ്യമായിട്ട് റിവ്യൂവിന് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു റിവ്യൂവിന് എത്തുന്നത്. ഞാനിപ്പോൾ അവരെ അവിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞത് ശരിയാകട്ടെ എന്ന് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. ഈ ഇവിടുത്തെ പ്രാദേശികമായുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് അതിനൊരു പരിഹാരം വേഗത്തിലുണ്ടാകുമോ? കാരണം ഈ സർവീസ് റോഡിൻ്റെ വിഷയത്തിൽ അതാണ് പറഞ്ഞത്. അതിപ്പം ഇനിയിപ്പം ഗവൺമെൻറ്റിൽ നിന്ന് കളക്ടർ ഗവൺമെൻറ്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡൽഹിയിൽ തുടർന്നുള്ള കാര്യങ്ങൾ ഇടപെടാൻ ബഹുമാനപ്പെട്ട MP-യുമായി ചർച്ച ചെയ്ത് MP-യുടെ പങ്കെടുത്തിട്ടാണ് മീറ്റിംഗ് കൂടിയതും ഇതെല്ലാം. അത് തീർച്ചയായിട്ടും MP-ക്ക് അറിയാവുന്നതാണ്. MP-യുടെ ഇടപെടലിലൂടെ വരുമ്പോൾ അത് സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, ദേശീയപാത ഡെപ്യൂട്ടി കളക്ടർ M ഉഷാകുമാരി, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.